ഒന്നുകൂടി വന്നേ. എന്താ എന്താ പുണ്യതാ? എന്താ നീ ഉണ്ടോ പത്മം? അവിടെ എന്താ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ? നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ? ഇവിടെ ഇരുന്ന് കുശുശുത്ത് അടുക്കളയിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ? ഉണ്ണികൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരുന്നു. ആ ഇതാ ഇപ്പൊ നന്നായേ. BA-BEdകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഉദ്യോഗം തെണ്ടി അടക്കാൻ ഇനി എന്നെ കൂടെ വയ്യ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യം ഇല്ല. നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാടം വെച്ച് പഠിപ്പിക്കണമായിരുന്നു. കൃഷിക്കാരനാണെന്ന് പറഞ്ഞങ്ങോട്ടിയല്ലേ ദമയന്തിയ കമലാക്ഷി വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കും. അതല്ലതാ അവിടെ ആലോചനക്കാരതല്ല. നീയാണോടാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം. അയ്യടാ അവന്റെ ഒരു അന്ത്യാഭിലാഷം. വേറൊന്നും വേണ്ടേ? ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ചുമ്മാ ഇരിക്കാൻ വയ്യ. ആ പാടത്തിറങ്ങി 4 കളകളച്ചാൽ അത്രയും വയ്യ. എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്ന് ഉണ്ടിട്ടില്ലേ, അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ഇതിലൊരു പരസ്യമുണ്ട്, നോക്കി നോക്കട്ടെ. നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രമാണല്ലോ, അപ്പൊ ഏതാണ്ട് വലിയ ജോലിയായിരിക്കും. എന്ത് ജോലിയാ? മോള് വായിച്ചില്ലേ? എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗമാണെന്ന്. സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ BA-BEd നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം. പുറത്ത് പറയാൻ കൊള്ളാത്ത പണിയാണോ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ ഉണ്ണി. ഉദ്യോഗ പേര് കേട്ട് ആരും ഞെട്ടരുത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാ എന്താ ഉണ്ണി? ഞാൻ പറയാം. CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകരാണ് ഡിറ്റക്ടീവ്സ്. ഉള്ളതാണോടാ? ട്യൂട്ടോറിയൽ കോളേജിലാ പഠിക്കുന്നെങ്കിൽ അവർക്ക് വിവരമുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തരക്കെട്ടില്ലല്ലോ. എന്താ പരസ്യത്തിൽ പറഞ്ഞേക്കണേ? സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിറ്റക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ടെന്ന്. ഇത് നല്ല ജോലിയാണ് ചാ. ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സാ. ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? ഞാനൊരു വനിതാ മാസികയിൽ വായിച്ചതാ. വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും. പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന്. പിന്നെ ഉണ്ണേട്ടിന് പേടിയാണെങ്കിൽ അപേക്ഷിക്കണ്ട. പേടിയോ? അയ്യേ കഷ്ടം. എടി, ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു CID ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ? പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം. പോടാ അവിടുന്ന്. വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഈ പണി മതി. രാഷ്ട്രീയക്കാരും മിനിറ്റ് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനേക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ്? 4 ആളെ മുഖത്ത് നോക്കി പറയാൻ നല്ല അന്തസ്സുള്ള പണിയാ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് അപേക്ഷ അയക്കാൻ നോക്കുമോനെ. ഓ, നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ല ഈ CID പണി. ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം. ഇനി പലവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ. ഉണ്ണീഷ, യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാൽ ഞാൻ നിന്നൊരു BA-BEdകാരനാക്കിയത്. ഇനി ഒരു പ്രൈവറ്റ് പോലീസാകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം. അയക്കട മോനെ. ആപ്ലിക്കേഷൻ അയക്കും ഉണ്ണേട്ടാ. അല്ല, പാഠം വേണ്ട വേണ്ട, എനിക്ക് സമ്മതാ. എന്റെ പാറയ്ക്കാവിലമ്മേ, ഇതവന്റെ 52ാമത്തെ അപേക്ഷ. ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ BA-BEdന് കത്തുണ്ടോ? ഇല്ല. ഉള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന സിഗ്നൽ തന്നാ മതി. പിന്നെ
ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? എന്ത് തരണമെന്ന് പറഞ്ഞിട്ടാ പട്ടി. ആ തരാം തരാം. എന്തിനാ ഉണ്ണേട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുനെ ഞാൻ കാവലം നിർത്തിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു സിഐഡി ആവും പോലെ. അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതുങ്ങിയൊക്കെ കാണേണ്ടി വരും. പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ ഒരു റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഉണ്ണേട്ട ഈ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ആ ഗൾഫുകാരൻ മുറത്തിറക്കും കെട്ടിക്കൊണ്ടുപോയില്ലേ? എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്താൽ മറന്നോ? അയ്യോ, ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ. അപ്പുണ്ണേട്ടാ, എന്താ വാസു? ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു എന്ന് ദമയന്തി പറയണ കേട്ടു. ഉള്ളതാണോ? അതെ. ഈ ജോലിയെപ്പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. വലിയ പദവിയും പത്രാസുള്ള ഉദ്യോഗമാണെന്ന് പറഞ്ഞത്. മാത്രോ നല്ല ശമ്പളവും. അയ്യോ വാസു, സ്വാധീനം ചെലുത്തേ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ശ്രമം നടത്തി നോക്കായിരുന്നു. ഏയ്, ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ വന്ന അതല്ല. സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്താ അത്? CID പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലുള്ള പരിജ്ഞാനം മാത്രം പോരാ. കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം. അതിനിപ്പോ എന്ത് ചെയ്യും? രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡായ ഒരു ഋഷികേശൻ നായർ. അയാളെ കിട്ടിയ നമ്മുടെ രക്ഷപ്പെട്ടു. എന്നാ ആളെ വരുത്താം. പക്ഷെ കക്ഷി ഇപ്പൊ എവിടെയുണ്ടെന്ന് രാഘവന് തിട്ടമില്ല. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ഓ, അത് സാരമില്ല. വാസു ഒരു കാര്യം ചെയ്യും. ആ ഋഷികേശനാരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്. പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം. വിളിക്കേ. അയ്യോ, അക്രമമൊന്നും കാണിക്കല്ലേ. അങ്ങനെ ഒരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണല്ലേ ഇവിടെ? അയ്യോ, അവൻ അങ്ങേരെക്കാളും പഞ്ചപാവോ. അതേ, ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കേ, വേഗം വിളിക്കേ. താരം സാറേ, നിങ്ങൾ എന്താ കാണാൻ നിൽക്കുവാ? ആരെങ്കിലും ഓടി വന്ന് പോലീസിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. വരൂ വരൂ. നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ മകനെ CID ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടക്കാൻ വിചാരിച്ചു. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, റിട്ടയർഡ് ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് PO, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഓ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണേട്ടാ. സോറി മിസ്റ്റർ പപ്പുണ്ണി, നിങ്ങളുടെ മകന് വേണ്ടി ഞാൻ ഒരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. അകത്തോട്ടിരിക്കും. പൊട്ടും പൊട്ടും. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതെന്നാ പോലീസ് വെടിവെച്ചാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും. തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ.
എന്തിനാ പേടിക്കുന്നത്? ആശാന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ദാ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ, അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. വളർത്തിയത് അദ്ദേഹം കൊണ്ടുവാ. പപ്പുണ്ണേട്ടൻ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളങ്ക് വരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങഴി കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലട കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ, അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു. ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു, എങ്കിൽ തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇനി ഇവന് വച്ചോണ്ടിരുന്നത് ശരിയാവത്തില്ല. അടിക്കുന്നതാ. പപ്പുണ്ണേട്ടാ, പപ്പുണ്ണേട്ടാ, എന്താ വാസു? അയാളില്ലേ ഇവിടെ ഋഷികേശൻ നായരെ? ഇന്നലെ പാതിരയ്ക്ക് വന്ന് കിടന്ന് തോന്നുന്നു, ഉറക്കണിട്ടില്ല. എന്നാ പെട്ടെന്ന് വിളിച്ചുണർത്തുക. എന്താ വാസു, അയാൾ അവിടെ വന്നെന്തെങ്കിലും? ഒരബദ്ധം പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. ആ, രാഘവൻ നായർ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി. ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കിടന്നതിന് മുമ്പ് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കാര്യം എന്താന്ന് വെച്ചാൽ അമ്മാവൻ തെളിച്ചു പറ. ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധവുമില്ല. പോലീസ് ട്രെയിനിങ് കോളേജിലെ ക്യാന്റീനിൽ 10-12 വർഷം ജോലി നോക്കിയിട്ടുണ്ട്. അതാണ് ആകെയുള്ള ബന്ധം. അവിടെ അരി ഉഴുന്നും ആട്ടിലായിരുന്നു കക്ഷിയുടെ പണി. അമ്പട കള്ള, ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി. അതും ഇതും പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കാതെ അയാളെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക്. നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരത്തില്ല. ഇന്നലത്തെ പിന്നത്തേതായിരിക്കും. അയാളുടെ ബാഗ് കാണുന്നില്ലോ. അച്ഛാ, ദേ അയാൾ എഴുത്തു എഴുതി വെച്ച് കടന്ന ലക്ഷണമാ. ദേ എന്താ എഴുതിയിരിക്കുന്നത്, ഒന്ന് വായിച്ചേ. ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന് എന്റെ ഇത്രയും കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു CID വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി? അല്ല ഉണ്ണികൃഷ്ണ, മാർക്സ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ. വായിച്ച ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ്. അതേതായാലും നന്നായി. ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു. എന്റെ ഉള്ളിൽ മുത്തപ്പാ. ചേട്ടാ, ഇനി ഞാൻ നിന്ന പരമാവധി എന്റെ മെക്കിട്ട് കയറും. അച്ഛാ, എന്റെ 10 വേഗം ഉരുളി പോയല്ലോ എന്റെ മുത്തപ്പ. എന്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തന്ന ഉരുളിയാണ് ആ കാലമാടം മോട്ടിച്ചോണ്ട് പോയത്. നാട്ടുകാരെ കൂട്ടാതെ ചുമ്മാരേടി. എന്റെ ഉരുളി തിരിച്ചു കിട്ടിയ പിള്ളേരുടെ അച്ഛന് ഞാൻ 10 തവണ ഉരുളിച്ചേക്കാവേ എന്റെ ഭഗവതി. ഉരുളി പോയതിന് ഞാൻ ഉരുളണോ പത്മം? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് വിഷമം നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാത്തല്ല. പഠിച്ചിടത്തോളൊക്കെ മതി. ഒരു ഇന്ത്യൻ CID ഇതിൽ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാ. ഇന്റർവ്യൂവിന് പോകാൻ അച്ഛനെ എനിക്കൊരു സൂട്ട് തെപ്പിച്ചതാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സൂട്ടോ? അതെ, അല്ലാതെ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ടാണോ CID ഇന്റർവ്യൂവിന് പോകുന്നത്? അതിന് കോട്ടും സൂട്ടും ടൈയും തൊപ്പിയൊക്കെ തന്നെ വേണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അവരൊന്ന് വിരളണം. അതിനൊക്കെ ഒത്തിരി കാശാവില്ലേ മോനെ? പിന്നെ മോന് ചക്കാത്തിന് CID ആവാൻ പറ്റുമോ? ഒരു 14,000 രൂപയെങ്കിലും വേണ്ടി വരും. 4,000? പപ്പനാവിന് കച്ചത്തുറു കെട്ടിക്കൊടുത്തതും സാക്ഷായനിക്ക് ആടിന്റെ നഷ്ടപരിഹാരം കൊടുത്തതും കടം മേടിച്ച. ഇതിനി ആരോട് ചോദിക്കും? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ, ഞാൻ വല്ല ലുങ്കി കൊടുത്ത ഇന്റർവ്യൂവിന് പോക്കണം. നീ ഒന്ന് തഞ്ചപ്പെടന്റെ ഉണ്ണി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, അയ്യോ വെള്ളം. എന്താ 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 ഉണ്ണികൃഷ്ണ, എന്ത് പറ്റി മോനെ? കട്ടിൽ കിടന്ന് നീ എങ്ങനെ നിലത്ത് വീണു? ഒരു സ്വപ്നം കണ്ടതാ. അത് കട്ടിൽ കിടന്ന് തന്നെ കണ്ടാ പോരായിരുന്നോ? നാളെ ഇന്റർവ്യൂവിന് പോകേണ്ട ചെക്കനാ. ഇപ്പോഴേ ദുസ്വപ്നം കണ്ട് പേടിക്കാൻ തുടങ്ങി. എങ്ങനെയാ ഭഗവാനെ,
എന്റെ കുഞ്ഞിന്റെ പേടി മാറ്റി അവന് വേണ്ട ധൈര്യം കിട്ടാൻ നാളെ തന്നെ അവന്റെ അച്ഛനെ കൊണ്ട് 101 പ്രാവശ്യം. എന്നെ കൊലയ്ക്ക് കൊടുത്ത് നീ അടങ്ങൂല്ലേ? അച്ഛാ നിങ്ങളൊന്ന് പോയി കിടക്കാൻ നോക്ക്. ഞാൻ ആ സ്വപ്നത്തിന്റെ ബാലൻസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് അവനിട്ട് 2 കൊടുക്കാൻ. നേരാ, വാ, നമുക്ക് പോകാം. തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ബി 535 നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ 10:30 പുറപ്പെടുന്നതായിരിക്കും. അപ്പോയ പാർട്ടിയെ കണ്ടോ? ഒരു പെച്ചക്ക് പാർട്ടിയാണെന്ന് തോന്നുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല.